സച്ചിരിക്കും. എന്താ വക്കീലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു നല്ല വാർത്തയല്ല എനിക്ക് സച്ചിയോട് പറയാനുള്ളത്. അതുകൊണ്ടാ ഫോണിൽ പറയാതെ നേരിട്ട് കാണാന്ന് പറഞ്ഞത്. സച്ചി, നമ്മള് ഇത് പ്രതീക്ഷിച്ചത് തന്നെയാ. അവന്തിക കൊടുത്ത ഹർജി പരിഗണിച്ച് സിവിൽ കോടതിയുടെ വിധി നടപ്പാക്കുന്നത് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കും. എന്നിരുതി വിഷമിക്കൊന്നും വേണ്ട. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ഇത് നീട്ടിവെക്കാം. എന്നല്ലാതെ ഈ വിധി മാറ്റിമറിക്കാനൊന്നും ഒരു കോടതിക്കും പറ്റില്ല. അതെനിക്ക് ഉറപ്പാണ്. വക്കീലെ, എനിക്ക് മടുത്തു. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് വെച്ച് നോക്കും. പക്ഷെ ആദ്യത്തെ പേജ് മറിക്കുമ്പോ തന്നെ അമ്മ കരയും. ഇത്രയും നാളായിട്ട് അമ്മ ഈ ആൽബം മുഴുവൻ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ആൽബം കാണുന്ന ദിവസം പിന്നെ മുറി അടച്ച് ഒറ്റയിരിപ്പാ. തിന്നാനും വേണ്ട, കുടിക്കാനും വേണ്ട. അച്ഛമ്മളെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കതല്ലാതെ പിന്നെ വേറെ എന്താ ചെയ്യാൻ പറ്റുക? എങ്ങനെയുണ്ട് അർച്ചനയെടുത്തി? പൊളിയല്ലേ? പിന്നെ എന്റെ ഏട്ടനാണോ പ്രശ്നം? രണ്ടുപേരും നല്ലതാ, നല്ല മനപ്പുറത്തുമായിരുന്നു. പക്ഷെ എന്നിട്ടും എന്റെ മോക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും ഒരറിവുമില്ലല്ലോ എന്റെ ഈശ്വര. സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോ അച്ചുചേച്ചി ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ഒരുപാട് ഓർക്കാറുണ്ട്. അതോർത്ത് കരഞ്ഞിട്ടുമുണ്ട്. ഞങ്ങളുടെ വീടിന്റെ നട്ടലിലായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ മോളെ. പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്ന? ആ, സച്ചിയായിരുന്നു മോള് വന്നല്ലോ. വാ. അത് നന്നായി. ആൽബം എങ്ങനെയുണ്ട്? ആയിഷയ്ക്ക് ഇഷ്ടപ്പെട്ടോ? സച്ചി അർച്ചനയും സൂപ്പർ ജോഡിയല്ലേ? എന്തു പറ്റി മോളെ? ഇവന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ അവന്തിക കോടതിയിൽ പോയി വിധിക്ക് സ്റ്റേ വാങ്ങി. എന്റെ ഈശ്വര, ഇനിയും കോടതി കയറി ഇറങ്ങണോ? എല്ലാം തിരിച്ചു കിട്ടിയത് സന്തോഷിച്ചതിന് ഇത്ര ആയുസ ഉണ്ടായിരുന്നുള്ള ദൈവമേ. ഇതിലിത്ര വിഷമിക്കാനൊന്നും ഇല്ലമ്മേ. ഏതൊരു കേസിലായാലും തോൽക്കുന്ന കക്ഷിക്ക് മേൽക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങാനും അപ്പീൽ കൊടുക്കാനും ഒക്കെ അവകാശമുണ്ട്. അവിടെയും ജയിക്കാന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോ കേസിന് ഒരുപാട് നീണ്ടുപോകും. വക്കീല് തന്നെ അതിനു വേണ്ട ഏർപ്പാടുണ്ടാക്കിക്കോളും. നിങ്ങൾ ആരും ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. ഹൈക്കോടതിയിലും നമുക്ക് അനുകൂലമായിട്ട് മാത്രമേ കേസ് വരൂ. കാരണം എല്ലാ തെളിവുകളും സാക്ഷികളും നമുക്ക് അനുകൂലമാണ്. അതിൽ അനഘയുടെ മൊഴിയാണ് ഏറ്റവും പ്രധാനം. അതിനേക്കാൾ വലിയ സാക്ഷിമൊഴി ഇതുവരെ ഞാൻ വാദിച്ച ഒരു കേസിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവന്തികയ്ക്ക് നമ്മൾ അങ്ങനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല. കുറച്ചുനാൾ കൂടെ താമസിപ്പിക്കാൻ പറ്റും.
ശ്രീനിധി സ്റ്റേ ആയ കാര്യം നിങ്ങളോട് വന്ന് പറയാൻ സച്ചിക്ക് ആകെ വിഷമം. അതുകൊണ്ടാ ഞാൻ കൂടി വന്നത്. അത് സാരല്ല ഏട്ടാ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ ഇറങ്ങും അമ്മേ. മോള് വന്നതല്ലേ ഉള്ളൂ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഒന്നും വേണ്ട, പോയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്. ഞാനും ഇറങ്ങാം. വക്കീലിനെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോവാം. അമ്മേ, ഞാനെന്നാ ഇറങ്ങട്ടെ. ഇടയ്ക്ക് ഇതുപോലെ വല്ലപ്പോഴും വരണേ മോളെ. വരാമ്മേ. അത് പിന്നെ ആയിഷയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതുപോലുള്ള ബന്ധമല്ലേ ഇപ്പൊ ഉള്ളത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എത്രയോ ദിവസമായി മോളുടെ മുഖം ഇങ്ങനെ സന്തോഷിച്ച് കണ്ടിട്ട്. എന്തായാലും ഇന്ന് മോളുടെ പഴയ സന്തോഷം തിരിച്ചു കിട്ടിയല്ലോ. അമ്മായിക്ക് സന്തോഷായി. ഇനി വിട്ടുകൊടുക്കരുത് മോളെ. ഈ കേസിൽ മോള് തന്നെ ജയിക്കും, അമ്മായിക്ക് ഉറപ്പാ. കാരണം ന്യായം എന്റെ മോളുടെ ഭാഗത്താ. ന്യായത്തെക്കാളും അന്യായത്തെക്കാളും അപ്പുറം ഇതെന്റെ ജീവൻ മരണ പോരാട്ടോ അമ്മായി. ഇതൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കാലുകുത്തിയതിന്റെ ഭാഗ്യ. ചിലപ്പോ ആയിരിക്കും. അമ്മായിക്ക് ഞാൻ പ്രത്യേകമായിട്ടൊരു സമ്മാനം തരാം. നിനക്ക് ഞങ്ങളൊരു പ്രത്യേക സമ്മാനം തരുന്നുണ്ടടി. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം. മണിയറയിൽ അതെല്ലാം ഒരുങ്ങുന്നുണ്ട്.